നേസൽ സ്പ്രേ ലോങ് ടേം യൂസിന് സേഫ് ആണ്. നേസൽ ഡ്രോപ്സ് പക്ഷേ ഒരു മാക്സിമം 5 to 7 days, അതിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ റീബൗണ്ട് ആയിട്ട് മൂക്കടപ്പ് വരികയാണ് സാധാരണ ഉണ്ടാകുന്നത്. നേസൽ ഡ്രോപ്സ് ആണെങ്കിൽ 5 to 7 days സ്റ്റോപ്പ് ചെയ്യണം. ഡോക്ടർ, ഇപ്പം നമുക്ക് ഈ മൂക്കടപ്പ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ യൂസ് ചെയ്താണ് ഈ നേസൽ സ്പ്രേ. ഇത് ശരിക്കും ഇങ്ങനെ നമ്മൾ ചെറിയ അടപ്പണമെങ്കിൽ ഞാൻ ആൾക്കാർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇത് ശരിക്കും നല്ലതാണോ നമ്മളിങ്ങനെ നേസൽ സ്പ്രേ യൂസ് ചെയ്യുന്നത്? ഈ നേസൽ സ്പ്രേ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി മൂക്കടപ്പ് വരുമ്പോൾ ഉപയോഗിക്കുന്ന 2 തരം മരുന്നുണ്ട്. ഒന്ന് നേസൽ ഡ്രോപ്സ് എന്ന് പറയും, ഈ ഓക്സിമെറ്റസോളിൻ, സൈലോമെറ്റസോളിൻ എന്നൊക്കെ പറയുന്നത്. അത് താൽക്കാലികമായിട്ട് മൂക്കടപ്പ് മാറാൻ മാത്രം ഉപയോഗിക്കുന്നതാണ്. അതായത് നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു, ഒരു മൂക്കടപ്പ് വന്നു, സൈനസൈറ്റിസ് വന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു 5-7 ദിവസത്തേക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ് ഈ നേസൽ ഡ്രോപ്സ് എന്ന് പറയുന്നത്. നേസൽ സ്പ്രേ എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് കാറ്റഗറിയാണ്. അതായത് ഈ അലർജിക് സിംറ്റംസ് വരുന്ന വിട്ടുമാറാത്ത തുമ്മൽ, മൂക്കടപ്പ്, അങ്ങനെ അലർജി കാരണം ഉണ്ടാകുന്നതിന് യൂസ് ചെയ്യുന്ന മെഡിസിനാണ് നേസൽ സ്പ്രേ. നേസൽ സ്പ്രേ ലോങ് ടേം യൂസിന് സേഫ് ആണ്. നേസൽ ഡ്രോപ്സ് പക്ഷേ ഒരു മാക്സിമം 5 to 7 days, അതിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ റീബൗണ്ട് ആയിട്ട് മൂക്കടപ്പ് വരികയാണ് സാധാരണ ഉണ്ടാകുന്നത്. നേസൽ ഡ്രോപ്സ് ആണെങ്കിൽ 5 to 7 days സ്റ്റോപ്പ് ചെയ്യണം. നേസൽ സ്പ്രേ ആണെങ്കിൽ സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഏത് മെഡിസിൻ ആയാലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്.